നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ വാർത്തയായിട്ടാണ്. ഇന്നലെ സംസ്ഥാനത്തല്ല ഭാരതബന്ദ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലായിരുന്നു ബന്ദ്. പക്ഷേ ഇന്നലെ സംസ്ഥാനത്തൊട്ടാകെ പല ആക്രമണങ്ങളും ഒക്കെ അഴിച്ചുവിട്ടുകൊണ്ടാണ് CITU, INTUC, BMS പോലുള്ള തുടങ്ങിയ കുറേ 10ഓളം വരുന്ന പാർട്ടികൾ, വേറെ കുറേ പാർട്ടികളുണ്ട്, ഒന്നും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ടുള്ള ഒരു അക്രമമാണ് ഇന്നലെ ഉണ്ടായത്. അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിക്കുന്ന വെറും പോക്കൃത്തരമാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മീൻ വാരിക്കൂട്ടി ഓടുന്ന കച്ചവടക്കാരുണ്ട്, അതുപോലെ തന്നെ മരുന്നിൻ്റെ ഗോഡൗണിൽ കയറി അടപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ തന്നെ KSRTC ഡ്രൈവറെ കൈകാര്യം ചെയ്യുകയാണ്, അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യുകയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് KSRTC കൊല്ലത്തേക്ക് വരുന്ന KSRTC കൊല്ലത്തെത്തിയപ്പോൾ അവിടെ തടഞ്ഞു നിർത്തി കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ന്യൂസുകളുണ്ട്. മനസ്സിലായില്ലേ? ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സമരത്തിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും അവകാശമുണ്ട് ജനങ്ങൾക്ക്. അതല്ലാതെ ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടിട്ട് ഒരു സമരം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇന്നലത്തെ സമരം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് ആൾക്കാർക്ക് ദ്രോഹമാണ്. അതുപോലെ പൊതുജനങ്ങളാണ്, സാധാരണക്കാരായ ജനങ്ങളാണ് ഇന്നലെ കുടുങ്ങിയത്. അവർക്ക് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ബസ് പോകണം, അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനം സ്വന്തമായിട്ട് കാറുള്ളവർക്ക് പോകാം, അല്ലാത്തവർക്ക് ബസ്സിനെ തന്നെ ആശ്രയിക്കണം, KSRTC ആയാലും പ്രൈവറ്റ് ആയാലും. അപ്പോൾ ഈ ജനദ്രോഹ നയമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഓടാൻ പറഞ്ഞെങ്കിലും അതൊന്നും പാലിക്കാതെ ജനങ്ങൾ, അതായത് ഈ പ്രവർത്തകർ റോട്ടിലിറങ്ങി കല്ലേറ് വരെ നടത്തിയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോന്ന് വ്യക്തമായിട്ട് പറയുകയാണെന്നെങ്കിൽ തന്നെ KSRTC കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇവിടെ കൊല്ലത്തേക്ക് വന്ന KSRTCയിലെ ഡ്രൈവറെ തടഞ്ഞു നിർത്തി തെറി പറയുകയും 3 വട്ടം അയാളുടെ കരണത്തടിക്കുകയും ചെയ്യുന്ന അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഓടാൻ പറഞ്ഞാൽ ഓടണം, കാരണം ഗവൺമെൻറ് ഉത്തരവാണ്. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആരായാലും KSRTC എന്നല്ല, ഏത് ജോലിക്കാരായാലും അവരവിടെ വന്നിട്ട് ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് ജോലി ചെയ്യണം. കാരണം എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അതേപോലെ അടിയന്തര കേസോ മരണമോ കാര്യങ്ങളോ, അതല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും കേസുകൾ, അടിയന്തരമായ കേസുകൾ വന്നാൽ മാത്രം ലീവ് എടുക്കുക. അതിന് ലീവ് എടുത്ത് അതിന് അത് ലീവ് അനുവദിക്കുന്നതാണ്. അല്ലാത്ത വന്നിരിക്കുന്ന കാര്യങ്ങൾ നിസ്സാര പ്രശ്നത്തിനൊന്നും ഇങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ നില കട്ടുകയും ചെയ്യും, അന്നത്തെ സാലറി കട്ടുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് എല്ലാവരും ഓഫീസിൽ വന്നത്. ഇപ്പോൾ കൊല്ലത്തോ കൊട്ടാരക്കരയിലൊക്കെ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ വളഞ്ഞിട്ട് CPM പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ തന്നെ പത്തനാപുരം കൊല്ലം ജില്ലയാണെന്ന് തോന്നുന്നു, ഞാൻ പത്തനംതിട്ട എന്നുള്ള അറിയില്ല, എന്നാലും പത്തനാപുരത്ത് ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ തന്നെയാണ്. അവിടെ ഒരു ആയുർവേദ മരുന്ന് കടയല്ല, മരുന്ന് ഗോഡൗൺ, മരുന്ന് സൂക്ഷിക്കുന്ന ഒരു ഗോഡൗണിൽ അവിടെ കയറിയിട്ട് പ്രവർത്തകർ ഭീഷണി മുഴക്കുന്നുണ്ട്. അവിടുത്തെ ആ സ്റ്റാഫിനെ പിടിച്ച് കൈയേറ്റം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അയാൾ ഉന്തിത്തള്ളി ഇറക്കുകയാണ് റോഡിൽ. ഇറങ്ങടാന്ന് പറഞ്ഞാൽ ഇത് സമരമാണെന്ന് അറിയില്ല, നിന്നോട് ആരാ തുറക്കാൻ പറഞ്ഞത് എന്നും പറഞ്ഞാണ് അദ്ദേഹത്തെ പിടിച്ച് തള്ളി റോട്ടിലിറക്കുന്നത്. 2-3 ആൾക്കാർ കൂട്ടിയിട്ട് അതിൽ വലിയൊരു ആചാരമായ ആൾ വന്നിട്ട് നിന്ന് തർക്കിക്കുകയാണ് അയാളോട്ട്. വലിയ ഒരു മുട്ടത്തലയൻ, അതിൻ്റെ അപ്പുറത്ത് വേറൊരുത്തനും ഉണ്ട്, പിന്നെ വേറെ 1-2, പിന്നെ അവിടെ പുറത്ത് പ്രതിപക്ഷ ഈ നേതാക്കളുണ്ട്, ഈ സമരക്കാർ, അവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ ഹോട്ടലിൽ ഈ ഗോഡൗണിൽ നിന്ന് പുറത്തേക്ക് ഇയാളെ നിർബന്ധിച്ച് ഉന്തിത്തള്ളി ഇറക്കുകയാണ്. ഇനി അദ്ദേഹത്തെ അടിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് അക്രമങ്ങളുണ്ടായി. കണ്ണൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ഈ ഓഫീസ് സ്റ്റാഫിന് നേരെ ആക്രമണം ഉണ്ടായി, അവരുടെ വണ്ടിയുടെ കാറിൻ്റെ ടയറിൻ്റെ കാറ്റഴിച്ചു വിടുക. ഇതൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. ഇത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇന്നലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. തൊഴിലാളികൾക്ക് എന്താണ് നിങ്ങൾ നേടിക്കൊടുക്കുന്നത്? എന്താണ് ഈ സമരമായിട്ട്? ഒന്നും നേടിക്കൊടുക്കാനില്ല, വെറുതെ ഇങ്ങനെ വാചകം അടിക്കുകയാണ്, എന്നിട്ട് അക്രമം അഴിച്ചു വിടുകയാണ്. പോലീസിന് ഇന്നലെ ലാത്തിച്ചാർജ് നടത്തുന്നതിന് വന്ന് കൊല്ലത്ത് തന്നെ എന്തോന്ന് ചരക്ക് കയറ്റി വന്ന ലോറി തടുത്ത് ആദ്യം അവരെ തടഞ്ഞ് നിർത്തി പോലീസുകാർ പോകാനാകി, ലോറിക്കാരോട് പറഞ്ഞു. പക്ഷേ ലോറിക്കാർ പോകാൻ സമ്മതിച്ചില്ല. ലോറിക്കാരുടെ മുന്നിൽ കയറി നിന്ന് മുദ്രാവാക്യം മുഴക്കി ലോറി തടുക്കുകയായിരുന്നു. തടഞ്ഞതിൻ്റെ ശേഷം പോലീസ് നിർബന്ധിച്ച് ഇവരെ മാറ്റിയെങ്കിലും മാറിയില്ല. ഇവർ അങ്ങനെ പോലീസ് ലാത്തി വീശേണ്ടി വന്നു, ലാത്തി ചാർജ് നടത്തേണ്ടി വന്നു. അങ്ങനെ കുറേ പ്രവർത്തകർ നില കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ സ്ഥിതി. ഇപ്പോൾ പോലീസും ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാർ തന്നെയാണല്ലോ. എന്തായാലും പോലീസുകാരോട് എനിക്ക് നല്ല ബഹുമാനം തോന്നുന്നു. കാരണം ഇന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്നലെ യാത്രക്കാർ തന്നെ വരഞ്ഞിട്ടുണ്ട്. പോലീസും ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരാണ്, അല്ലാത്തൊരു KSRTC ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരാണ്, അങ്ങനെ ഒരുപാട് ജോലിക്കാരുണ്ട്. അപ്പോൾ ഈ പ്രവർത്തകരോട് എനിക്കൊരു കാര്യം പറയണം, നിങ്ങൾ പോലീസുകാരോട് പോലും നിങ്ങൾ യൂണിഫോം അല്ലെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യണ്ട, നിങ്ങളിന്ന് സ്റ്റേഷനിൽ പിന്നെ ഡ്യൂട്ടി എടുക്കണ്ട, നിങ്ങളും സാറുമാരല്ലേ പോലീസുകാരെ, നിങ്ങളും ഗവൺമെൻറ് ജോലിക്കാരല്ലേ എന്ന് ചോദിച്ച് അവരെ തടുക്കാത്ത ഭാഗ്യം, ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ. പിണറായിൻ്റെ പോലീസ് തന്നെയാണ്. പിണറായിനെ പലരും കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ കാര്യത്തിൽ എനിക്ക് അഭിമാനമാണ്. പിണറായിൻ്റെ പോലീസും നടത്തിയത് പിണറായിൻ്റെ പാർട്ടി തന്നെയാണ് ഇന്നലെ അക്രമം ഉണ്ടാക്കിയത് തന്നെ. ആ പാർട്ടീൻ്റെ പോലീസ് തന്നെയാണ്, ആ പിണറായിയുടെ പോലീസ് തന്നെയാണ് ഇന്നലെ അടിച്ചമർത്തിയത്. അങ്ങനെ വേണം, അതാണ് ചെയ്യേണ്ടത്. ഇന്നലെ ഒരുപാട് ആൾക്കാർ ദുരിതത്തിലായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ അനുഭവം പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്തുക, കയ്യേറ്റം ചെയ്യുക. മീൻ ഞാൻ പറയില്ല, കോഴിക്കോട് മുക്കത്ത് തന്നെ അവിടെ മീൻ മാർക്കറ്റിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കി, അവിടെ മണ്ണെണ്ണ, ഒരു കുപ്പി മണ്ണെണ്ണയും കൈ പിടിച്ചിരുന്നു, മണ്ണെണ്ണ ഒഴിക്കും, ചുട്ട് ചാമ്പരാക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ മീൻ വാരിക്കെട്ടി കച്ചവടക്കാരെ ഓടേണ്ട ഒരു ഗതികേട് ഇന്നലെ വന്നു. അപ്പം അങ്ങനെയൊക്കെ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടിച്ചാണ് ഇന്നലത്തെ ആ സമരം. അതിൻ്റെ കാര്യം എന്താ? മിനിഞ്ഞാന്ന് ഇപ്പം പിന്നെ ബസ്സുകാർ പണി മുടക്കിയിട്ട് എന്താ കാര്യം എന്തായി? അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഇതാണ്. CCTV വണ്ടി ക്യാമറ പാടില്ല, സ്പീഡ് ഗവർണർ പാടില്ല, അതുപോലെ തന്നെ GPS പാടില്ല, വേറൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടണം. ഇതൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇവർ ശരിക്കും പാലിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഗണേഷ് കുമാറിൻ്റെ അടുത്ത് ആരോപണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സൗമ്യമായ രീതിയിൽ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. പക്ഷേ ഇവർ ഒഴിഞ്ഞു പോകത്തില്ല. അതായത് ഇന്ന് 10-ാം തീയതി മുതൽ ഇന്ന് അനിശ്ചിതകാല പണിമുടക്ക് ചെയ്യുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവർ ഓടാതിരിക്കാന്നല്ലേ. എന്തിനാണ് ജനങ്ങളെ കുറേ ഓടാതെയും ദ്രോഹിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ആ ഭാഗത്തോടെയൊക്കെ ബസ് സമരം നടന്നത്. എന്താ റോഡ് ശരിയല്ല എന്ന് പറഞ്ഞത്. റോഡ് കുണ്ടും കുഴിയാണ്, മഴ പെയ്ത് റോഡ് കുളം പോലെയായി. ഈ റോഡ് ഇന്നും ഇന്നലെ മിനിഞ്ഞാന്നൊന്നുമല്ലോ, ഇത് കാലങ്ങളോടായിട്ട് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അന്നൊന്നും ഇല്ലാത്ത സമരം മിനിഞ്ഞാന്ന് വന്ന് ചെയ്തു. മിനിഞ്ഞാന്നല്ലേ മിനിഞ്ഞാന്നായിരുന്നു ഈ ബസ് പണിമുടക്ക്. അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ മിനിഞ്ഞാന്ന് ചെയ്ത സമരം തിരുവനന്തപുരത്ത് മാത്രം സമരം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഒരുവിധം ബസ്സൊക്കെ ഓടിത്തുടങ്ങി. അപ്പോൾ ന്യൂസ് എഡിറ്റർമാർ ചോദിച്ചപ്പം അവിടുത്തെ ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടർമാരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഓടാതിരുന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ മുതലാളി ഓടാനാണ് പറഞ്ഞത്, സമരം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ ദുരിതത്തിലാവുകയാണ് ഈ ഒരു സമരം കൊണ്ടേ. എവിടെയെല്ലാം പോകേണ്ട ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ബസ് സമരം ഇപ്പോൾ ഇവരിപ്പോൾ മെയിനായിട്ട് ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടണം. കൺസെഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളെ കയറ്റാതിരിക്കും. ഒരു സ്റ്റോപ്പിൽ 10-20 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 5-6 കുട്ടികളെ വലിച്ചു കയറ്റും. ബാക്കിയുള്ള കുട്ടികളൊന്നും വലിച്ച് കയറ്റൂല. പിന്നെയുള്ള ബസ്സുകാർക്ക് വിട്ടും അവനും ഇതേപോലെ 1-2 കുട്ടികളെ കയറ്റും. പിന്നെ അടുത്ത ബസ്സുകാരന് അങ്ങനെ. ഇത് വൈകുന്നേരം വരെ, രാവിലെ സ്കൂളിൽ പോയാലും അങ്ങനെ തന്നെ, സ്കൂളിൽ നിന്ന് തിരിച്ച് വൈകുന്നേരം വരെ പോയാലും ഇങ്ങനെ തന്നെ. ഇത് നിത്യവും കാണുന്ന ഒരു കാഴ്ചയാണ്. കാരണം നമ്മളൊക്കെ ഈ ബസ്സിൽ ഒരുപാട് കൊല്ലം മുന്നേ പണിയെടുത്തതാണ്. കാരണം ഇവരുടെ ഈ നയങ്ങളൊന്നും ശരിയല്ല. ഒപ്പമുള്ള ജീവനക്കാർ ശരിയല്ലെങ്കിൽ ജീവനക്കാരെ ഒഴിച്ചുവിടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ആളുകളെ കയറ്റി ഇറക്കം ചെയ്യുന്നത് വളരെ സ്പീഡ് വേണം. ഈ ആണുങ്ങളൊക്കെ ആണെങ്കിൽ എങ്കിലും സ്പീഡിൽ ചാടി ഇറങ്ങും. പെണ്ണുങ്ങളങ്ങനെ, പെണ്ണുങ്ങളുടെ കയ്യിൽ കൈക്കുട്ടികളൊക്കെ ഉണ്ട്, കൈക്കുഞ്ഞുങ്ങളായിട്ടുള്ള കയറുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ അവരെ ഇറങ്ങുന്നവരെ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് നയങ്ങളിൽ ഇവരുടെ അടുത്ത് നാറിയ നയങ്ങളുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ നല്ല ആൾക്കാരുണ്ട് പ്രൈവറ്റ് ബസ്സിൽ, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇവരുടെ നാറിയ നയമാണ്. ഇവരിനി ഈ കുട്ടികളെ എന്നിട്ട് കയറ്റൂല. എന്നിട്ട് ഇങ്ങനെ നിർത്തി ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് ലാസ്റ്റ് പോലീസുകാരോ നാട്ടുകാരോ ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർ കയറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയാനുണ്ട്. ശരിയെന്നാൽ നിർത്തുകയാണ്. ഓക്കെ.